നമസ്കാരം കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ പൂർണ്ണത്രയേശന്റെ അടുത്തായിരുന്നു, തൃപ്പൂണിത്തറ പൂർണ്ണത്രയേശന്റെ അടുത്തായിരുന്നു ഞാൻ വീഡിയോ ചെയ്തത്. അപ്പൊ അതിന് താഴെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വന്നതറിഞ്ഞില്ല, അറിഞ്ഞിരുന്നെങ്കിൽ വന്ന് കാണാമായിരുന്നു എന്ന്. ഞാൻ പ്രീ പ്ലാൻഡ് ആയിട്ട് പോയതൊന്നും അല്ല, പെട്ടെന്ന് പോയി തൊഴുത് വന്നതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോവാറുണ്ട് കേട്ടോ. തൃപ്പൂണിത്തറ മനുവേട്ടൻ്റെ അച്ഛൻ്റെ അനിയത്തിമാർ രണ്ടുപേരുടെ വീട് അവിടെയാണ്. അപ്പോൾ അവിടെയും പോവാറുണ്ട് ഞങ്ങൾ പോകുന്ന സമയത്തൊക്കെ. പക്ഷെ അവിടെ മാസം തൊഴിലൊന്നുമില്ല. എനിക്ക് അവിടെ തൊഴാൻ വലിയ ഇഷ്ടമാണ്. എന്താ പറയുക, പൗരാണികത എന്ന് പറയില്ലേ, അതെനിക്ക് വലിയ ഇഷ്ടമാട്ടോ. ആ ക്ഷേത്രത്തിലെ പ്രത്യേകിച്ച് ആ നമസ്കാര മണ്ഡപം, അതുപോലെ ശ്രീകോവിലിൻ്റെ ഒരു സ്ട്രക്ചർ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏതോ ഒരു ലോകത്തെത്തിയ പോലെ തോന്നും. അപ്പോൾ അതെനിക്ക് വലിയ ഇഷ്ടമാണ്. അവിടെ തൊഴാനും ആ തൊഴുമ്പോഴുള്ള സാറ്റിസ്ഫാക്ഷനൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യാറുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ. ചില അമ്പലങ്ങളിൽ പോയി തൊഴുതാൽ നമുക്ക് വെറുതെ ഒന്ന് തൊഴാനേ പറ്റുള്ളൂ. കൂടുതൽ നേരം പ്രാർത്ഥിക്കാനോ നമസ്കരിക്കാനോ ഒന്നും നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒന്നും വരില്ല. അമ്പലം മൊത്തത്തിലൊന്ന് കാണുന്നു, നടക്കുന്നു, പോകുന്നു. പക്ഷെ ചില ക്ഷേത്രത്തിൽ പോകുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. ഞാൻ അങ്ങനെ വലിയ ഭക്തയൊന്നും അല്ലാത്തത് കൊണ്ടോ ഉത്തമയല്ലാത്തത് കൊണ്ടോ എന്താണെന്നറിയില്ല, എനിക്ക് എല്ലായിടത്തും ഒരേ ഫീലൊന്നും അല്ല കേട്ടോ തോന്നാറുള്ളത്. അപ്പോൾ എനിക്ക് പക്ഷേ പൂർണ്ണത്രയേശൻ്റെ അമ്പലത്തിൽ തൊഴാൻ വലിയ ഇഷ്ടമാണ്. വടക്കുനാഥനെ തൊഴാൻ വലിയ ഇഷ്ടമാണ്. തിരുവമ്പാടിയും പാറമേക്കാവും തൊഴാൻ നല്ല ഇഷ്ടമാണ്. അങ്ങനെ ചില ക്ഷേത്രങ്ങളിൽ തൊഴാൻ എനിക്ക് തൊഴുതാൽ മതിയാവാത്ത ക്ഷേത്രം, അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ തൊഴുതാൽ മതിയാവാത്ത ക്ഷേത്രങ്ങളിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെയൊക്കെ പോയി തൊഴാൻ പറ്റിയത് വലിയ സന്തോഷമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഇനി വരുമ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് ലൈവിലൊക്കെ വന്ന് പറയാം അല്ലേ, പൂർണ്ണത്രയേശനെ കാണാൻ വരുന്നുണ്ട് എന്ന്. കാണാൻ കഴിഞ്ഞ എല്ലാവരോടും സന്തോഷം അറിയിക്കുന്നു. കാണാൻ പറ്റാത്തതിൽ അടുത്ത തവണ നമുക്ക് കാണാൻ പറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം നോക്കാം. ഇന്ന് നമ്മളുടെ സത്സംഗ കൃഷ്ണനെ മാത്രമാണ് എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. കാരണം ഉച്ചപൂജ കഴിയുന്നതിന് മുൻപാണ് ഇന്നത്തെ ഷൂട്ട്. വെണ്ണയും ഓടക്കുഴലും പിടിച്ചു നിൽക്കുന്ന നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറഞ്ഞുകൊണ്ട് കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. അപ്പോൾ വെക്കേഷൻ സമയമാണ്. അമ്മമാർ കൂടുതൽ ബിസി ആവുന്ന സമയം ഈ വെക്കേഷനാണ് തോന്നുന്നു അല്ലേ. കുട്ടികളുടെ കാര്യം നോക്കണം, യാത്രകൾ വേണ്ടി വരും, ബന്ധുക്കൾ വീട്ടിൽ വരുന്ന സമയമാണ്. അങ്ങനെ അനേകം തിരക്കുകൾ കൊണ്ടായിരിക്കാം പലരും വീഡിയോ കാണുന്നത് ഒന്നിച്ചാണ്. ഞാൻ 24 മണിക്കൂർ മാത്രം, അല്ലെങ്കിൽ അടുത്ത വീഡിയോ വരുന്നത് വരെയും മാത്രമാണ് ഞാൻ നിങ്ങളുടെ കമൻസ് വായിക്കാറ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ യാത്രയുടെ ഇടയിൽ സ്ക്രോളപ്പ് ചെയ്തപ്പോഴാണ് കാണുന്നത്, ഒരുപാട് പേര് പിന്നെയും കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് പിന്നെയും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആവർത്തിക്കപ്പെടേണ്ടി വരുന്നതും, അതുപോലെ പലരും പറയേണ്ട സമയത്ത് എൻ്റെ ചോദ്യം എടുത്തില്ല എന്ന്, അതൊക്കെ ഞാൻ കാണാഞ്ഞിട്ടാണ്. അതായത് നിങ്ങൾ ആ അടുത്ത വീഡിയോ വന്നതിന് ശേഷം കമൻ്റ് ഇട്ടാൽ ഞാൻ കാണില്ല. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇട്ടാലാണ് ഞാൻ, ചോദ്യങ്ങളാണെങ്കിൽ കേട്ടോ. കമൻ്റ് എല്ലാത്തിലും വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഏറ്റവും പുതിയ വീഡിയോ ഏതാണെന്ന് നോക്കിയിട്ട് അതിന് താഴെ വരുന്ന കമൻറ്റിനാണ് ഞാൻ മറുപടി കൊടുക്കാറുള്ളത്. അതൊന്നും ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിൽ കഴിഞ്ഞ ദിവസം ഞാൻ വിപ്രപത്നി അനുഗ്രഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് പറയുമോ എന്ന് കുറച്ച് പേര് ചോദിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിപ്രപത്നി അനുഗ്രഹം ഞാൻ കേട്ടിട്ട് കുറേ കാലമായി. കഴിഞ്ഞ കുറച്ച് സപ്താഹങ്ങളിലൊന്നും എനിക്ക് ആ ഭാഗമാകുമ്പോൾ എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുന്നതാണ്. ഇതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ പേരിൽ ക്ഷമിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് പറയാണ് കേട്ടോ. അന്നൊരു ദിവസം രാധാറാണിയെ കാണാൻ പോയ സമയത്ത് കൃഷ്ണനോട് രാധ ഓരോ വിശേഷങ്ങളും പറയാറുണ്ട്. വ്രജത്തിൽ നടക്കുന്ന ലളിത എന്ന സഖിയെക്കുറിച്ച് അങ്ങനെ ഓരോന്നും പറയാറുണ്ട്. രാധ അങ്ങോട്ട് പറയും, കൃഷ്ണൻ ഇങ്ങോട്ടും പറയും. കൃഷ്ണൻ ഇങ്ങോട്ട് പറയുന്ന സമയത്ത് ഭഗവാൻ ഇങ്ങനെ കാട്ടിൽ പോയിട്ട് അവരെ ഏതൊക്കെ തരത്തിലുള്ള കളികളാണ് കളിക്കാറുള്ളത്, എന്തൊക്കെയാണ് ഉണ്ടാവാറുള്ളത് എന്നതിനെ കുറിച്ചൊക്കെ വളരെ വിശേഷമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് രാധ ഭയങ്കരമായിട്ട് മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത് കണ്ടു. ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ, എനിക്കും കൃഷ്ണനോടൊപ്പം വനത്തിൽ വരണം എന്ന് വലിയ ആഗ്രഹമുണ്ട്, പശുക്കളെ മേയ്ക്കാൻ ഞാനും വരുന്നുണ്ട് നാളെ എന്ന്. ഇത് കേട്ട സമയത്ത് ഭഗവാൻ പറഞ്ഞു,
അത് പറ്റില്ലല്ലോ രാധേ, സ്ത്രീകളെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, ഞങ്ങൾ കുറച്ച് ആൺകുട്ടികളല്ലേ പോകുന്നത്, പെൺകുട്ടികളെ എങ്ങനെയാ കൊണ്ടുപോവുക എന്ന് ചോദിച്ചു. മാത്രല്ല ലളിതയും വിശാഖയും രാധയും കളിക്കുന്ന തരത്തിലുള്ള കളികളല്ലല്ലോ ഞങ്ങൾ കളിക്കുക. ഞങ്ങൾ ഓടിയും ചാടിയും മറിഞ്ഞും ആൺകുട്ടികൾ കളിക്കുന്ന പോലെയല്ലേ കളിക്കുക. ഒന്നും പറയണ്ട, എല്ലാ ദിവസവും വന്ന് ഗോപാലക്കുട്ടികളുമായിട്ടുള്ള അങ്ങയുടെ കളികൾ പറഞ്ഞ് കേട്ട് 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 എനിക്ക് കൂടെ വരണം എന്ന് വലിയ ആഗ്രഹമാണ് എന്ന് പറഞ്ഞു. രാധ എന്ത് പറഞ്ഞാലും ഭഗവാന് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഭഗവാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ശരി, രാധ ഒരു കാര്യം ചെയ്യൂ, നാളെ രാധ ഒരു ആൺകുട്ടിയെ പോലെ വേഷവിധാനം ചെയ്യൂ. ഒരു ഗോപാലക്കുട്ടി എങ്ങനെയാണോ പുറത്തു പോകുന്നത് അതേമാതിരിയുള്ള വേഷവിധാനങ്ങളൊക്കെ ആയിക്കോട്ടെ രാധയ്ക്ക് എന്ന്. രാധ പറഞ്ഞു, ശരി, ഞാൻ അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ഈ ഭഗവാൻ എങ്ങനെയാണെന്നറിയോ, ഓരോ ഗോപാലക്കുട്ടികളെയും അവരവരുടെ ഗൃഹത്തിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരുന്നതിന് ഒരു രീതി ഉണ്ട് കേട്ടോ. അതായത് ഭഗവാനും ഭഗവാന്റെ പശുക്കളും എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങും. രാമനും കൃഷ്ണനും പശുക്കളും പുറത്തേക്ക് ഇറങ്ങാണ്. ആ സമയത്ത് അടുത്ത ഗോപാലന്റെ വീടിന്റെ പുറത്ത് എത്തിക്കഴിഞ്ഞാൽ ഭഗവാൻ എന്ത് ചെയ്യുമെങ്കിൽ കൊമ്പ് വിളിക്കും എന്നാ പറയാറ്. കൊമ്പ് എന്ന് പറയുന്നത് ചത്ത പശുക്കളുടെ കൊമ്പ് എടുത്തിട്ട് അത് പ്രത്യേക തരത്തിൽ രാഗി മിനുക്കി ഒരു വശത്ത് ചില എന്താ പറയുക സുഷിരങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊരു വാദ്യഘോഷത്തിന്റെ ശബ്ദമായി മാറും അത്രേ. അങ്ങനെയുള്ള കൊമ്പ് വിളിക്കും ഭഗവാൻ. ഈ കൊമ്പ് വിളിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ആ വീട്ടിലെ ഗോപാലനും പശുക്കളും ഇറങ്ങും. ഇങ്ങനെയാണത്രേ ഓരോ വീട്ടിലെ ഗോപാലന്മാരും പശുക്കളും ഇറങ്ങി ഇറങ്ങി വരുന്നത്. അപ്പൊ ഭഗവാൻ പറഞ്ഞു ഏൽപ്പിച്ചു, രാധയുടെ ഗൃഹത്തിൽ എത്തുന്ന സമയത്ത് ഇതുപോലെ കൊമ്പ് വിളി കേട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി വന്നോളൂ എന്ന്. രാധാദേവി സമ്മതിച്ചു. അങ്ങനെ രാധയും കൃഷ്ണനും ഗോപാലക്കുട്ടികളും രാമനും എല്ലാവരും ചേർന്ന് ഇവര് വനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ രാധയ്ക്ക് അന്നത്തെ ദിവസം ആൺകുട്ടിയായിട്ട് വേഷം കെട്ടണം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. നല്ല ഘനപ്പെട്ട കേശഭാരം, അതായത് തലമുടി നിറയെ ഉണ്ടെന്നർത്ഥം. ഇതൊക്കെ കൂടി മടക്കി ഏതാണ്ട് ഗോപാലക്കുട്ടികളുടെ വേഷത്തില് എങ്ങനെ പോകും? ഗോപാലക്കുട്ടികൾക്കാണെങ്കിൽ ഒരുങ്ങാൻ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. മുന്നേ കൂട്ടി നേരെയാക്കി വെച്ച തൊപ്പി ആചാര്യൻ പറയാറുള്ളത്. തലയിൽ തൊപ്പി അതൊക്കെ എടുത്ത് വെക്കുക. ഈ പശുക്കളെ മേയ്ക്കുന്നതിനുള്ള ചൂരല് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒന്ന് തരാക്കുക, ഇത്രയൊക്കെ വേണ്ടൂ എന്നുള്ളതാ. പക്ഷേ ഈ രാധയ്ക്ക് ഇതൊക്കെ ചെയ്തു വരാൻ വലിയ ബുദ്ധിമുട്ടായി. അവസാനം വന്നിട്ട് ഈ തലമുടി ഒതുക്കാൻ അതിലേറെ ബുദ്ധിമുട്ടായി. എങ്ങനെയൊക്കെ പാടയോ തലമുടിയൊക്കെ ഒതുക്കി വെച്ച് ഒരു തലയില് ഒരു കിരീടം പോലെ എന്തോ ഒന്ന് എടുത്ത് വെച്ച് ഓടി ഇറങ്ങി വരികയാണ്. ആ സമയത്ത് രാധാദേവി ഭക്ഷണമൊന്നും കഴിച്ചില്ല അത്രേ. അങ്ങനെ രാധയും കൂടി ഇവരുടെ കൂടെ പോവാണ്. കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞ് ആ ഒരു വനപ്രദേശത്തെത്തിയ സമയത്ത് കാലികളെയൊക്കെ മേയ്ക്കാനായിട്ട് പറഞ്ഞയച്ചിട്ട് ഇവിടെ രാധയും കൃഷ്ണനും കൂടി നിൽക്കുകയാണ് കേട്ടോ. അവരുടെ ആ ഒരു പൊതിച്ചോറ്, എല്ലാവരോടും ചോറൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. അതേമാതിരി തന്നെ ഭഗവാൻ രാധയോടും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എടുത്ത് കൈപിടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അതിന് കാവൽ നിൽക്കണം അത്രേ ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഈ രണ്ട് പേര്. അപ്പൊ അത് കാവൽ നിൽക്കുന്നത് രാധയും കൃഷ്ണനുമായി. ആ സമയത്ത് രാധാദേവി പറഞ്ഞു, കൃഷ്ണ, എനിക്ക് വല്ലാതെ വിശക്കുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഒന്നും കഴിച്ചില്ലേ ദേവി ചോദിച്ചപ്പോൾ രാവിലെ ഒന്നും കഴിച്ചില്ല. കാരണം ഞാൻ ഈ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വരുമ്പോഴേക്കും നേരായി, ഭഗവാൻ വിളിച്ചു, ഞാൻ ഇറങ്ങി ഓടിപ്പോന്നു, ഒന്നും കഴിച്ചില്ല. എന്നാൽ ഭക്ഷണല്ലേ ഇവിടെ ഇരിക്കണത്, നമുക്ക് കഴിച്ചുകൂടെ ചോദിച്ചു. അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് എന്താ ചെയ്യുക കൃഷ്ണ എന്നായി രാധ. അത് അപ്പോഴല്ലേ, രാധയ്ക്ക് വിശക്കുണ്ടോ ഇപ്പൊ തന്നെ കഴിക്കണം എന്നാ ഭഗവാൻ പറഞ്ഞത്. ആ സമയത്തുണ്ടല്ലോ ഗോപാലക്കുട്ടികൾ ഓരോരുത്തരായി വന്നിട്ട് പറയാൻ തുടങ്ങി, ഇന്ന് എന്താണെന്നറിയില്ല കൃഷ്ണ, കളിക്കാനൊരു ഉത്സാഹം തോന്നണില്ല, നല്ലോണം വിശക്കുണ്ട് കേട്ടോ, ക്ഷീണവും തോന്നുന്നുണ്ട് എന്ന്. ഭഗവാൻ പറഞ്ഞു, എന്തിനാ നോക്കി നിൽക്കണം, നമ്മൾ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചുകൂടെ ചോദിച്ചു. അല്ല കൃഷ്ണ, അത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതല്ലേ എന്നായി മറ്റൊരു ഗോപാലൻ. അപ്പൊ പറഞ്ഞു, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം എന്നല്ലേ അമ്മ പറഞ്ഞിരിക്കണത്, ഇപ്പോഴാ വിശക്കണെന്ന് വെച്ചാൽ ഇപ്പൊ കഴിക്കന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ രാധയും കൃഷ്ണനും ഗോപാലക്കുട്ടികളും ബലരാമസ്വാമിയും എല്ലാവരും കൂടി നിരന്നിരുന്നു കൊണ്ട്
ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്നാൽ വനത്തിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നതിനൊരു പ്രത്യേക രീതിയുണ്ട് എന്ന് കൃഷ്ണൻ രാധയോട് പറഞ്ഞിരുന്നു. ആ രീതിയെക്കുറിച്ചൊന്നും വലിയ ധാരണ രാധയ്ക്കില്ല. കൃഷ്ണൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഒരു കയ്യിൽ ആ ഒരു എന്താ പറയുക, ചോറെടുക്കുന്നു, അതിൻ്റെ മുകളിലായിട്ട് ഉപ്പേരി വെക്കുന്നു, വറുത്തുപ്പേരി, അങ്ങനെ ഓരോന്ന് ഓരോ രീതിയിൽ ഉരുളയാക്കിയിട്ട് ഭക്ഷണം. അതല്ലെങ്കിൽ ആ വടക്കേ ഇന്ത്യയിലെ സമ്പ്രദായ പ്രകാരമുള്ള ഭക്ഷണങ്ങളാണെങ്കിൽ അതും എടുത്ത കയ്യിൽ ഇങ്ങനെ വെക്കുന്നു. അടുത്തിരിക്കുന്ന ഗോപാലക്കുട്ടി അത് എടുത്തങ്ങോട്ട് കഴിക്കുന്നു. കട്ടെടുത്ത് കഴിക്കുന്നത് പോലെ അപ്പുറത്തെ ആളുടെ കയ്യിൽ നിന്ന് എടുത്ത് കഴിക്കുന്നു, അത് ഇപ്പുറത്തെ ആളുടെ കയ്യിൽ നിന്നാവുന്നു. ഇങ്ങനെ ബഹുരസമായിട്ടാണ് അവരുടെ ഭക്ഷണം കഴിക്കൽ. അപ്പോൾ ഇതെങ്ങനെയാ ചെയ്യണ്ടേ എന്നറിയാൻ വേണ്ടി രാധാദേവി പാത്രം തുറന്നു. രാധാദേവിയുടെ വലത്തേ കരത്തിൽ ആ ഭക്ഷണങ്ങൾ ഓരോന്നായിട്ട് വെക്കാൻ തുടങ്ങി. എല്ലാം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ആ രാധയുടെ വലത്തേ കൈയിലെ ഭക്ഷണം ബലരാമസ്വാമി നേരെ കൊണ്ടുവന്ന വായയില് അദ്ദേഹത്തിന്റെ വായയില വെച്ചു, രാധയുടെ കൈകൊണ്ട് തന്നെ. രാധയ്ക്ക് ആകപ്പാടെ കൂടി ഒരു സങ്കോചമായിട്ടോ. ഇനിയിപ്പോ എന്താ ചെയ്യാന്നുള്ള ഭാവത്തിൽ ഭഗവാനെ നോക്കിയപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന്റെ കയ്യിലെ ഭക്ഷണം രാധാദേവിയുടെ വായിലും വെച്ചു കൊടുത്തു. പക്ഷേ ഇങ്ങനെ കുറച്ചൊക്കെ ഭക്ഷണം കിട്ടി എന്നുള്ളതല്ലാതെ സ്ഥിരമായിട്ട് ഇവർ ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നൊന്നും രാധയ്ക്ക് മനസ്സിലായില്ല എന്ന് മാത്രമല്ല, വയറൊട്ടുമേ നിറഞ്ഞില്ല. അപ്പോൾ ബാക്കി എല്ലാവരും കഴിച്ച് ഒന്ന് അവനവന്റെ പാത്രത്തിലേക്ക് നോക്കുമ്പോഴേക്കും അതിലെ എല്ലാം തീർന്നിരിക്കണു. എങ്ങനെയാ തീർന്നത്? ഗോപാലകുട്ടികൾ ഓരോരുത്തരായിട്ട് എടുത്ത് കഴിച്ചിട്ടേ. അപ്പൊ ഇനിയിപ്പൊ എന്താ ചെയ്യാന്നുള്ള ഭാവത്തില് രാധ അതൊക്കെ എടുത്ത് മടക്കി അതൊക്കെ ആ ഒരു നദിയിൽ കൊണ്ടുവന്ന് കഴുകി നേരെയാക്കി. ഈ പഴയ പോലെ തന്നെ സ്ഥാനത്ത് പാത്രങ്ങളൊക്കെ കെട്ടി തൂക്കിയിട്ട് അവർ വീണ്ടും കളിക്കാൻ തുടങ്ങി. ആ സമയത്ത് കൃഷ്ണനോട് രാധ പറഞ്ഞു, അതെ, എനിക്ക് വിശന്നിട്ട് വയ്യല്ലോ. രാധയ്ക്ക് ശരിക്കും ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഭഗവാൻ അറിയാട്ടോ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, വഴി ഉണ്ടാക്കാം നമുക്ക് എന്ന്. ഗോപാലക്കുട്ടികൾ ഓടി ഇങ്ങോട്ട് വന്നു. എന്നിട്ട് ഗോപാലക്കുട്ടികൾ പറഞ്ഞു, ഉണ്ണി കൃഷ്ണ, ഇന്നത്തെ കളി എന്തോ ഒരു സുഖമില്ല കേട്ടോ, നമുക്ക് തിരിച്ചു പോയാലോ? എന്തിനാ തിരിച്ചു പോകണമെന്ന് ചോദിച്ചു കൃഷ്ണൻ. അപ്പൊ പറഞ്ഞു, എന്താണെന്നറിയില്ല, ഇത്രയൊക്കെ ഭക്ഷണം കഴിച്ചിട്ടും 2 മിനിറ്റിനുള്ളിൽ ഇതാ വീണ്ടും വിശക്കുന്നു, ക്ഷീണം തോന്നുന്നു, തളർച്ച തോന്നുന്നു, എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടിയാൽ ഭേദാവും തന്നെയാ തോന്നണേ. അപ്പൊ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, അതിനിപ്പോ എന്തിനാ തിരിച്ചു പോകണത്, നമുക്ക് എന്തെങ്കിലും കഴിച്ചാൽ പോരെ? എങ്ങനെ കഴിക്കാനാ കൃഷ്ണ, നമ്മൾ കൊണ്ടുവന്നതെല്ലാം തീർന്നു പോയില്ലേ എന്ന് ചോദിച്ചു. അതിനൊട്ടും പരിഭ്രമിക്കേണ്ട കേട്ടോ, ഇവിടെ അടുത്ത് ഒരു യജ്ഞം നടക്കുന്നുണ്ട്, ആ യജ്ഞശാലയിൽ പോയിട്ട് ഭക്ഷണം ചോദിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവര് പറഞ്ഞു, ഗോപാലക്കുട്ടികൾ പറഞ്ഞു, എങ്ങനെയാ കൃഷ്ണ ചോദിച്ചൊക്കെ വാങ്ങുക ഭക്ഷണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഗൃഹത്തിലേക്ക് പോയി ഭക്ഷണം കഴിച്ച് രണ്ടാമത് പശുക്കളെയൊക്കെ കൊണ്ടുവരുമ്പോഴേക്കും നേരം ഒരുപാട് അങ്ങോട്ട് കഴിയും, യജ്ഞശാല ഇവിടെ അടുത്താണ്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഗോപാലക്കുട്ടികൾ പറഞ്ഞു, ശരി, ഞങ്ങൾ പോയി ചോദിക്കാം ഭഗവാനെ എന്ന് പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, രാമകൃഷ്ണന്മാർക്ക് വിശക്കുണ്ട്, ഭക്ഷണം വേണമെന്ന് ചോദിച്ചാൽ മതി, നിങ്ങളുടെ പേരൊന്നും പറയണ്ട, നിങ്ങൾക്ക് ഒരു നാണക്കേടും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഗോപാലക്കുട്ടികൾ ആ യജ്ഞശാലയിൽ എത്തിയപ്പോൾ അവിടെ യജ്ഞത്തിന്റെ ആ ഒരു ബ്രേക്ക് ടൈം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സമയത്ത് ബ്രാഹ്മണര് അനേകം പേരുണ്ട്. അവരോട് പറഞ്ഞു, ഗോപാലക്കുട്ടികൾ പോയി പറഞ്ഞു, രാമകൃഷ്ണന്മാർക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഭക്ഷണം തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവരൊരാള് പോലും കേട്ട ഭാവം പോലും വെച്ചില്ല അത്രേ. കാരണം കംസനാൽ ഭയപ്പെട്ടിട്ടുള്ളവരാണ് ഈ ബ്രാഹ്മണര് എന്നാണ് കേൾക്കുന്നത്. അവർക്ക് ഈ രാമകൃഷ്ണന്മാർക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ വൃന്ദാവനത്തിലെ വ്രജവാസികൾക്ക് ഭക്ഷണം നൽകി എന്നൊക്കെ അറിഞ്ഞാൽ അവരുടെ ഈ യജ്ഞം പിടിക്കപ്പെടും, അവരുടെ ബാക്കി എന്തും അവർക്ക് ജീവഹാനി വരെ സംഭവിച്ചേക്കാവുന്നതാണ് ഈ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അവർ ആരും കേട്ട ഭാവം പോലും വെച്ചില്ല. ഗോപാലകുട്ടികൾ തിരിച്ചു പോന്നു. ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, ഉണ്ണി കൃഷ്ണ, ശരിയാവില്ല കേട്ടോ, നമുക്ക് തിരിച്ചു പോകാം, നമ്മുടെ ഓരോരുത്തരുടെയും ഗൃഹത്തില് അമ്മ കാത്തിരിക്കുന്നുണ്ടാവും, അമ്മ വേണ്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ ആരോടാ ചോദിച്ചത്? ഞങ്ങൾ അവിടെ പോയിട്ട് അവിടെ ഇരിക്കുന്ന ബ്രാഹ്മണരോടാ ചോദിച്ചത്, അവരാണെങ്കിൽ കേട്ട ഭാവം പോലും വെച്ചില്ല, ഭക്ഷണത്തിന് വേണ്ടി വീണ്ടും വീണ്ടും ചോദിക്കുക എന്ന് പറഞ്ഞാൽ വയ്യാട്ടോ കൃഷ്ണ എന്ന് പറഞ്ഞു. ഉടനെ ഭഗവാൻ പറഞ്ഞു, അതെ, ഒരു കാര്യം ചെയ്യൂ, നിങ്ങളിപ്പോ ആ യജ്ഞശാലയുടെ മുൻവശത്തുള്ള ബ്രാഹ്മണരെയല്ലേ കണ്ടത്? അതിൻ്റെ പുറകു വശത്തായിട്ട് ഈ ബ്രാഹ്മണ പത്നിമാരുണ്ട്,
ഒരു തവണ കൂടി എനിക്ക് വേണ്ടി നിങ്ങൾ ചോദിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണന് വേണ്ടി, ഭഗവാന് വേണ്ടി ചോദിക്കാനായിട്ട് ഈ ഗോപാലക്കുട്ടികളെ യജ്ഞശാലയുടെ പുറകുവശത്തുള്ള ബ്രാഹ്മണ പത്നിമാരെ സമീപിക്കാൻ തയ്യാറായി. അങ്ങനെ അവർ പോയി ബ്രാഹ്മണ പത്നിമാരോട് പറഞ്ഞു, രാമനും കൃഷ്ണനും എത്തിയിട്ടുണ്ട്, വനത്തില് അവർക്ക് വിശക്കുന്നുണ്ട്, അവർക്കും ഒപ്പം ഞങ്ങൾക്കും കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വന്നതാണെന്ന്. ഈ ബ്രാഹ്മണ പത്നിമാരുണ്ടല്ലോ, കയ്യിൽ കിട്ടിയ കുട്ടകക്കണക്കിനുള്ള ഭക്ഷണമാണത്രേ എടുത്തുകൊണ്ട് ഓടിയത്. ഇത് വലിയ ചരക്കാണ്, വലിയ കുട്ടകമാണ്, ഇതിലെ ഭക്ഷണം എനിക്ക് തന്നെ പൊന്തുമോ എന്നൊന്നും അവർ ആലോചിച്ചിട്ടില്ല. കയ്യിൽ കിട്ടിയ വലിയ 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 പാത്രങ്ങളും എടുത്ത് ഓടി എന്ന് പറഞ്ഞു. ഇത് ആചാര്യൻ പറയുമ്പോൾ ആചാര്യൻ വേറൊരു കാര്യം കൂടി പറയാറുണ്ട്. ഇന്നും ഇത് ഇവിടെ സംഭവിക്കുന്നുണ്ട് നമ്മുടെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ. ഇത്രയധികം വലിയ വലിയ ചരക്കുകളും കുട്ടകങ്ങളും ഒക്കെ രണ്ട് പേര് പിടിച്ചുകൊണ്ട് പോവാറുണ്ട്. ഇത് പണ്ട് എൻ്റെ അച്ഛനും ചെയ്യാറുണ്ട്. അച്ഛനും പണ്ട് ഗുരുവായൂർ അമ്പലത്തിലെ കോയ്മ എന്ന ആ ഒരു സ്ഥാനം അലങ്കരിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം ആ സമയത്ത് പായസത്തിന്റെ കുട്ടകം, അന്ന് പ്രസാദ കൗണ്ടർ പഴയ പ്രസാദ കൗണ്ടറാണ്. അപ്പോൾ പായസത്തിന്റെ കുട്ടകം എടുത്തുകൊണ്ട് നടക്കേണ്ടത് തെക്ക് വശത്തുള്ള ആ ഒരു പടക്കളം എന്നറിയപ്പെടുന്ന ആ ഒരു തിടപ്പള്ളിയിൽ നിന്ന് എടുത്തുകൊണ്ട് ഒരു പ്രദക്ഷിണമായി പടിഞ്ഞാറ് വശത്തിൽ കൂടെ പോയി വടക്ക് വശത്തുള്ള പ്രസാദ കൗണ്ടർ വരെ എത്തിക്കണം. 6 പേരാ ഉണ്ടാവുക. ആദ്യത്തെ 2 പേര് ഒരിടം വരെ, അവിടെ നിന്ന് 2 പേര് അടുത്ത ഇടം വരെ, അവിടെ നിന്ന് 2 പേര് പ്രസാദ കൗണ്ടറിലേക്ക്, ഇങ്ങനെയാണ് കൊണ്ടുപോവുക. അപ്പൊ എൻ്റെ അച്ഛൻ പറയാറുണ്ടോ, ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് അവിടെ അമ്പലത്തിൽ നടക്കുന്ന അത്ര ദൂരം നടക്കാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. അങ്ങനെയുള്ള നമുക്കാണ് ഇത്ര ലിറ്റർ കണക്കിന് പായസം ഏതാനും ചില നിമിഷങ്ങൾ കൊണ്ട് കൗണ്ടറിൽ എത്തിക്കാൻ പറ്റുന്നത്. വെറുതെ ഒന്നും അല്ല കേട്ടോ, അത് താങ്ങിയെടുത്ത് കൊണ്ടുപോകുന്ന 2 കുഞ്ഞിക്കരങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ടാണത്രേ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നത്. ഇതേമാതിരിയാണത്രേ ആ വിപ്രപത്നിമാരെ, ബ്രാഹ്മണരുടെ പത്നിമാരെ വലിയ വലിയ അണ്ടാവ് കണക്കിനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്തുകൊണ്ട് ഓടിയത്. ഓടി 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 അവർ വരുന്ന സമയത്ത് കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഈ രാധാദേവിയുടെ ചുമലിൽ ഇങ്ങനെ കൈവച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു താമരപ്പൂവുണ്ട്. ഈ രാധാദേവിയുടെ മുഖം മാത്രമേ ഇപ്പം കാണാനുള്ളൂ കേട്ടോ. ആ വലിയ കേശഭാരം, ആ മുടി, അതൊക്കെ ഇങ്ങനെ മുറുകെ കെട്ടി ഒതുക്കി വെച്ച് അതിന് മുകളിലായിട്ട് ഒരു പൂ കൊണ്ടൊക്കെ തയ്യാറാക്കിയ രീതിയിലുള്ള കിരീടമൊക്കെ വെച്ച് അങ്ങനെ നിൽക്കുകയാണ് രാധാറാണി, ഒരു പുരുഷന്റെ വേഷവിധാനത്തോട് കൂടിയിട്ട്. ആ സമയത്ത് വണ്ടുകൾ വന്ന് രാധാദേവിയുടെ മുഖത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരികയാണത്രേ. അത്രയ്ക്കധികം ഭംഗിയുള്ള രാധാദേവിയുടെ മുഖം കണ്ടാൽ അതൊരു താമരപ്പൂവല്ല എന്ന് ഒരാളും പറയില്ല, അത്ര ഭംഗിയാണ്. അപ്പോൾ ആ പൂവിൽ നിന്നും തേൻ കുടിക്കാനായിട്ട് വണ്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വണ്ടുകളെ ഒരു താമര ഇങ്ങനെ ചുഴറ്റി താമര കൊണ്ടിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. ആ കാഴ്ചയും കണ്ടുകൊണ്ടാണ് അത്രേ വിപ്രപത്നിമാർ ഓരോരുത്തരും ഓടി വരുന്നത്. അവര് ആ രാമനെയും കൃഷ്ണനെയും രാധാദേവിയെയും ഗോപാലന്മാരെയും എല്ലാവരെയും നിരത്തിയിരുത്തിക്കൊണ്ട് ആ യജ്ഞശാലയിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഓരോന്നോരോന്നായി വിളമ്പിക്കൊടുത്തുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ ആ ഭഗവാന്റെ പ്രസാദത്തിനായിട്ട് കാത്തിരുന്നു. ആ സമയത്ത് ഗുരുവായൂരപ്പൻ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ആ സമയത്ത് അവരോട് പറഞ്ഞു അത്രേ, സന്തോഷമായിട്ടുണ്ട് ഭഗവാന്, ഇനി നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ എന്ന്. ഗോപാലകുട്ടികൾ അപ്പോഴേക്കും ആ പാത്രങ്ങളൊക്കെ നേരിയാക്കി കൊടുത്ത് അവരുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെ തിരിച്ചയക്കരുതേ കൃഷ്ണ, അങ്ങേ ഒരു നോക്ക് കാണണം എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. വൃന്ദാവനത്തിലെ ഓരോ ലീലകളും കേട്ടിട്ട് സാക്ഷാൽ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചതാണ് എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ലാതെ അങ്ങയെ കാണാൻ ഓടി വന്നതാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി ഓടി വരുമ്പോൾ ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളെ തടഞ്ഞു നിർത്തിയതാണ്. അവരെയൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നത്. ഇനി ഞങ്ങൾ തിരിച്ചു ചെന്നാൽ അവർ ഞങ്ങളെ ഒരിക്കലും സ്വീകരിക്കില്ല. അങ്ങ് ഞങ്ങളെ സ്വീകരിച്ച് അനുഗ്രഹിക്കണം എന്നാണത്രേ ആ ബ്രാഹ്മണ പത്നിമാരെ ഓരോരുത്തരും പറഞ്ഞത്.
അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇപ്പോൾ ധൈര്യമായിട്ട് തിരിച്ചു പോയിക്കോളൂ, അവരെ നിങ്ങളെ സ്വീകരിക്കാതിരിക്കില്ല, ഇത് കൃഷ്ണന്റെ വാക്കാണ് എന്ന്. ഇത് കേട്ട സമയത്ത് അവരെ ധൈര്യമായിട്ട് തിരിച്ച് ഈ പാത്രങ്ങളും എടുത്തുപോയി. അവിടെ ചെന്നപ്പോൾ എന്താ അറിയണേ, ഓരോ ഓരോ ഭർത്താക്കന്മാരും കണ്ണുനീരോടുകൂടിയാണ് അവരവരുടെ പത്നിമാരെ വരവേൽക്കുന്നത്. എങ്ങനെയാ ഇവർക്ക് ഇത്ര ആർദ്രമായ മനസ്ഥിതിയായത്? കുറച്ചു നേരം മുമ്പല്ലേ കുറച്ച് ഗോപാലക്കുട്ടികൾ കുറച്ച് ഭക്ഷണത്തിന് വന്നപ്പോൾ കൊടുക്കില്ല പറഞ്ഞത്. ഇപ്പൊ അവർക്ക് കംസനോടുള്ള പേടിയൊക്കെ മാറിയോ? എന്താ അവർക്ക് സംഭവിച്ചത്? മറ്റൊന്നുമല്ല അവർക്ക് സംഭവിച്ചത്, അവർക്കും മനസ്സിലായി സാക്ഷാൽ യോഗേശ്വരനാണ് ശ്രീകൃഷ്ണൻ എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയാ അവർക്ക് മനസ്സിലായത്? ഏതാനും ചില മിനിറ്റുകൾ കൊണ്ട് അവർക്ക് അവരുടെ മനസ്സൊക്കെ മാറി, അല്ലെങ്കിൽ മനസ്സിലായി. എങ്ങനെയാ മനസ്സിലായത്? അനേകം പേര് കുട്ടക കണക്കിന് ഭക്ഷണവും എടുത്ത് ഓടുന്ന സമയത്ത് അമ്മയുടെ കയ്യിൽ കിട്ടിയ ഒരു പാത്രവും കൊണ്ട് ഓടാൻ തുടങ്ങി. ഒരു ബ്രാഹ്മണന്റെ പത്നി തടഞ്ഞു. ഓരോരുത്തരെയും തടയാൻ ശ്രമിച്ചിട്ടും പറ്റിയില്ല, അവർ തട്ടിത്തെറിപ്പിച്ചാണ് ഓടിയത്. പിന്നെ വരുന്ന എല്ലാവരും ചേർന്ന് ഒരു അമ്മയെ അങ്ങോട്ട് തടഞ്ഞു. പോവാൻ പറ്റില്ല എന്ന് തന്നെയാ പറഞ്ഞത്. അത്രയും പേര് പോയി. അപ്പോൾ എന്നെ കൂടി പറഞ്ഞയക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ അനേകം പ്രാവശ്യം പറഞ്ഞിട്ടും ഇവര് പറഞ്ഞു പറ്റില്ല പോകാൻ. കംസൻ എന്താ ചെയ്യാ നിശല്യ, കണ്ട ഗോപാലന്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോവുക, എന്താ ഇത് കഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ അങ്ങോട്ട് തടഞ്ഞു നിർത്തി ശകാരിക്കാൻ തുടങ്ങി ആ അമ്മയെ. ആ അമ്മ പറഞ്ഞു, നീ കൃഷ്ണ, ഇത്ര കണ്ട് മഹാപാപിയാണ് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ കൂടെയുള്ള ഓരോരുത്തർക്കും ഇന്ന് അങ്ങയെ കാണാൻ സാധിക്കും. അങ്ങേക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുവന്ന് നൽകാൻ സാധിക്കും. അങ്ങയുടെ സന്തോഷത്തിനായിട്ട് വരണേ എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കും. ഈ ഉള്ളവൾക്ക് ഇതിനൊന്നും സാധിക്കില്ല കേട്ടോ. ഞാനിതാ ഇവരുടെ തടങ്കലായിരിക്കുകയാണ്. എന്താ എനിക്ക് വേണ്ടതെന്നറിയില്ല. ഇത്ര വലിയ പാപിയാണ് ഞാൻ അറിഞ്ഞില്ല ഭഗവാനെ, എന്നെ അങ്ങ് സ്വീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് അവിടെ നമസ്കരിച്ചതും ആ അമ്മയെ പിന്നെ കാണാൻ സാധിച്ചിട്ടില്ല. ആ അമ്മ അവിടെ തന്നെ സമാധിയായി എന്നാണ് കേട്ടത്. ഇത് കണ്ടപ്പോഴേ മനസ്സിലായുള്ളൂ ബാക്കിയുള്ളവർക്ക് ഇത് സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് കൃഷ്ണൻ എന്നുള്ളത്. അതറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ഭാര്യമാരെ ഓരോരുത്തരെയും സ്വീകരിക്കാൻ തയ്യാറായത്. എന്തായാലും അങ്ങനെ ബ്രാഹ്മണ പത്നിമാരെ അനുഗ്രഹിച്ച രാധാകൃഷ്ണന്മാർക്ക്, ബലരാമസ്വാമിക്ക്, ഗോപാലക്കുട്ടികൾക്ക് ഒക്കെ പാദ നമസ്കാരം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ചോദ്യങ്ങൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ വിപ്രപത്നി അനുഗ്രഹമാണ് എല്ലാവരും ചൊല്ലിക്കോളൂ എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. നാരായണീയത്തിലെ 61ാമത്തെ ദശകമാണ് വിപ്രപത്നി അനുഗ്രഹം എന്ന് പറയുന്നത്. ഞാനൊരു അമ്മയോട് പറഞ്ഞു കൊടുത്തതാണ്. അത് കേട്ടിട്ടാണ് ഈ കഥ എല്ലാവരും ചോദിച്ചത്. അപ്പൊ ഇന്ന് അത്രയേ ഉള്ളൂ കഥ. ഇന്നത്തെ ചോദ്യം നോക്കാം കേട്ടോ. ഹരേകൃഷ്ണ ചേച്ചി, ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാനിത് ചേച്ചിയോട് പറയുന്നത്. വീണ എന്ന ഐഡിയിൽ നിന്നാണ് കേട്ടോ കാണുന്നത്. വീണയാണ് പറയുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ കുമാരൻ അവറുകളുടെ അലങ്കാര വർണ്ണന കേൾക്കാറുണ്ട്. ചേച്ചിയിലൂടെയാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടത്. ഒരിക്കൽ അദ്ദേഹം അലങ്കാരം പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ആലിലക്കണ്ണന്റെ രൂപം തോന്നി. അത് അദ്ദേഹത്തിൽ നിന്ന് പറഞ്ഞു കേൾക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു. അതിശയം എന്ന് പറയട്ടെ, കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അടുപ്പിച്ച് ആലിലക്കണ്ണന്റെ അലങ്കാരം തന്നെ വന്നു. എനിക്ക് എന്താ പറയുക, കരഞ്ഞുപോയി ഞാൻ. ഇപ്പോഴിതാ വീണ്ടും ഞാൻ ഇന്നലെ വെണ്ണ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഉണ്ണിക്കണ്ണന്റെ രൂപം വേണമെന്ന് മനസ്സിൽ പറഞ്ഞു. ഇന്ന് അതേ രൂപം തന്നെയാണ് അലങ്കാരമായി വന്നത്. എന്താ പറയേണ്ടത് എന്നറിയില്ല ചേച്ചി. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇതിൻ്റെ പൊരുൾ എന്താണ് ചേച്ചി? ഭഗവാന് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്നാണോ ചേച്ചി പറഞ്ഞു തരണേ, ഇത് വായിക്കാതെ പോവല്ലേ എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു തരാനൊന്നുമില്ല. ഗുരുവായൂരപ്പൻ ഓരോ നിമിഷവും നമ്മളോടൊപ്പമുണ്ട്. നമ്മൾ പറയുന്ന ഓരോന്നും ഇതാണോ നിന്റെ ഇഷ്ടം, എന്നാൽ അത് അങ്ങനെ ആവട്ടെ എന്ന് കരുതി അംഗീകരിച്ചു തരുന്ന ഒരു ഈശ്വരൻ നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ പലർക്കും തോന്നാം, എന്നിട്ട് ഞാൻ ഇന്നാളൊരു ദിവസം ഇങ്ങനൊരു പ്രാർത്ഥന പറഞ്ഞിട്ട് ഭഗവാൻ അത് കേട്ടില്ലല്ലോ എന്ന്. നമുക്ക് നല്ലതാകുന്ന പ്രാർത്ഥനകൾ മാത്രമേ ഗുരുവായൂരപ്പൻ സ്വീകരിക്കുള്ളൂ. ഇപ്പൊ ഇതിലൊക്കെ ഇപ്പൊ എന്താ നല്ലത് ചീത്ത, നമുക്കിപ്പോ ഇങ്ങനെ ഭഗവാൻ ഈ ഇന്ന അലങ്കാരത്തിൽ കാണണമെന്ന് പറഞ്ഞു, അതല്ലായിരുന്നു അലങ്കാരം, അപ്പൊ പിന്നെ എങ്ങനെയാ അത് എന്ന് ചോദിക്കാം ചിലര്. ഇപ്പൊ ആ അലങ്കാരത്തിൽ വന്നാൽ എനിക്ക് എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ? അതെന്താ അങ്ങനെ?
ആ അലങ്കാരത്തിൽ വന്നാൽ നമ്മുടെ മനസ്സ് സന്തോഷിക്കും. കുറച്ച് കഴിഞ്ഞാൽ ആ സന്തോഷം മാറി അഹങ്കരിക്കും. എന്താ അഹങ്കാരം? ഞാൻ വിചാരിക്കണ പോലെയാണ് ശ്രീലകത്ത് അലങ്കാരം ഉണ്ടാവുക കേട്ടോ. ഞാൻ എന്താ വിചാരിക്കണേ അതുപോലെയാണ് അലങ്കാരം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഒരു തോന്നലിലേക്ക് നമ്മൾ മാറാം. ഈ തോന്നൽ അല്ലെങ്കിൽ എന്ത് സന്തോഷവും നമുക്ക് തരുമ്പോൾ ആ സന്തോഷത്തിന് പാകമാണോ നമ്മുടെ മനസ്സ് എന്ന് നോക്കിക്കൊണ്ട് മാത്രമാണ് ഭഗവാൻ നമ്മളിലേക്ക് ആ ഒരു അംഗീകാരം തരുന്നുള്ളൂ എന്നുള്ളതാണ്. ഇത് പലർക്കും പറ്റാറുണ്ട്. എൻ്റെ ചേച്ചിയുടെ മകൾ എല്ലാ ദിവസവും തൊഴും കേട്ടോ. കൃഷ്ണ രാവിലെ കൃഷ്ണയ്ക്ക് തൊഴാൻ പറ്റിയില്ലെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ സങ്കടവും കരച്ചിലും ഭഗവാനെ ചീത്ത വിളിക്കലും ഒക്കെയാണ്. അപ്പോൾ വിഷുക്കണി തൊഴാൻ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് വലിയ സംശയമായി, വിഷുക്കണി തൊഴാൻ പറ്റുമോ, പറ്റില്ലേ, കിട്ടില്ലേ, കാണാൻ പറ്റില്ലേ. അപ്പം ഞാനും ചേച്ചി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് പോകുന്ന സമയത്ത് മുഴുവൻ, വിഷുക്കണി കാണാൻ തരാവണേ 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 എന്ന്. കൃഷ്ണ അപ്പോൾ സംശയമില്ലാതെ പറഞ്ഞു, ഭഗവാൻ എന്നെ എന്തായാലും തൊഴിയിക്കും, എനിക്ക് നല്ല ഉറപ്പാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ തടഞ്ഞു, ഈ വരിയിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വിഷുക്കണിയുടെ വരിയാണത്, ആ വരിയിൽ അപ്പോൾ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതങ്ങോട്ട് കേട്ടതും ചേച്ചി പറഞ്ഞു, നിന്റെ വാക്കുകളിൽ ഇല്ലാത്ത ശുദ്ധി, അല്ലെങ്കിൽ ആ വാക്കുകളിൽ ശുദ്ധി ഇല്ലായ്മ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവരിപ്പോൾ ഇത് പറഞ്ഞത്. ഇവരിപ്പോൾ ഇത് പറയണമെങ്കിൽ ഞാൻ എന്തായാലും തൊഴും, എന്നെ എന്തായാലും തൊഴിയിക്കും എന്നല്ല, എനിക്കും കൂടി തൊഴാൻ സാധിക്കണേ ഗുരുവായൂരപ്പ എന്ന്. ഈ ഭക്തിയും അത്ര തന്നെ പ്രാധാന്യമുണ്ട് കേട്ടോ വിനയത്തിന്. ഗുരുവായൂരപ്പന് ഒരാൾ നല്ല ഭക്തനാണ് പക്ഷെ ഭയങ്കര അഹങ്കാരിയാണ് എങ്കിൽ ഭഗവാൻ അംഗീകരിക്കൊന്നുമില്ല. നമുക്ക് തോന്നും അങ്ങനെയുള്ള ആൾക്കാരെ അംഗീകരിക്കേണ്ടെന്ന്. ഇല്ല, അനേകം തിരിച്ചടികൾ അവർക്ക് കിട്ടുന്നുണ്ട്. അത് അവർ തിരിച്ചറിയപ്പെടാത്തത് കൊണ്ടാണ്. അപ്പോൾ ഭക്തിയുടെ കൂടെ വിനയവും കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ സ്വർണത്തിന് സുഗന്ധം വന്ന പോലെ ഇരിക്കും എന്നാ പറയാറുള്ളത്. അപ്പോൾ ഈ സ്വർണത്തിന് സുഗന്ധം പോലെ ആവട്ടെ നമ്മൾ ഓരോരുത്തരുടെയും സ്വഭാവം. അപ്പോൾ ഇത് സന്തോഷം ആണ്, ഗുരുവായൂരപ്പൻ അംഗീകരിച്ചതാണ് എന്നുള്ളത് തന്നെ മനസ്സിലാക്കൂ. എന്ന് കരുതി ഇടയ്ക്കിടയ്ക്ക് നാളെ ഇന്ന രീതിയിൽ വരണം കേട്ടോ അലങ്കാരം ഭഗവാനെ, എനിക്ക് അതാണ് ഇഷ്ടം, അങ്ങനെയൊന്നും പറയാറായിട്ടില്ല നമ്മൾ എന്ന് ഒന്നും മനസ്സിരുത്തിക്കോളൂ കേട്ടോ. അങ്ങനെ പറഞ്ഞു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനെ പറയാതിരിക്കട്ടെ, മനസ്സിലങ്ങനെ തോന്നാതിരിക്കട്ടെ. പ്രസന്ന വി പി എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്, സതകുട്ടി എൻ്റെ മോൻ വളരെ ചെറിയ കാര്യത്തിന് വളരെ ദേഷ്യപ്പെടും, ചിലപ്പോൾ ഉപദ്രവിക്കുകയും ചെയ്യും. ഒരു ബോധമില്ലാത്ത പോലെ എപ്പോഴും ഗെയിം ഫോണിൽ കളിക്കും. അതുകൊണ്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ജീവിതത്തിൽ ഇതുവരെ ഒരു സമാധാനവും ലഭിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി എൻ്റെ മോൻ സൽസ്വഭാവിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുമോ? കൃഷ്ണാരി മിത്രങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണേ. നാമം ചൊല്ലുന്നുണ്ട്. പ്രാരബ്ധങ്ങൾ കൂടുമ്പോൾ, മനസ്സ് വിഷമിക്കുമ്പോൾ നാമം ചൊല്ലാൻ തോന്നാറില്ല, പ്രാർത്ഥിക്കണേ. തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാം. ഫോണിന് അഡിക്ഷൻ മാറാൻ നമ്മൾ വിചാരിച്ചാൽ പറ്റില്ല എന്നുള്ളത് ശരി തന്നെ കേട്ടോ. പലയിടത്തും കേൾക്കാറില്ലേ, ഫോൺ വാങ്ങി വെച്ചതിൻ്റെ പേരിൽ കുട്ടി പോയി അങ്ങോട്ട് കടുങ്കൈ ചെയ്തു എന്നൊക്കെ. അപ്പോൾ ഫോണിൻ്റെ ആ ഒരു അഡിക്ഷൻ, അത് തുടക്കത്തിലെ നമ്മൾക്ക് പറ്റുന്ന അബദ്ധം കൊണ്ട്, എനിക്കടക്കമുള്ള പാരൻസിന് പറ്റുന്ന അബദ്ധം കൊണ്ട് അവരിൽ വരുന്ന ഒരു ദുസ്വഭാവം തന്നെയാണ്. ഒരു ചെറിയ ഫോൺ വാങ്ങി ഗുരുവായൂരപ്പന് കൊണ്ടുപോയി കൊടുക്കാമെന്ന് പ്രാർത്ഥിച്ചു നോക്കൂ, അവൻ ആ ഫോണും ഗെയിമും ഒക്കെ ഉപേക്ഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. നമസ്കാരം സവിത, കേസ് അനുകൂലമാവാനും ബാണയുദ്ധം ഷീട്ടാക്കാൻ പറഞ്ഞിരുന്നല്ലോ, കേസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വന്ന് നടത്തിയാൽ മതിയോ? ഇപ്പോൾ വിദേശത്താണ് ഉള്ളത്, ഓൺലൈനിൽ ഷീട്ടാക്കിയാൽ അതിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്നാണ് രേഷ്മ ജയപ്രകാശ് എന്ന ഭക്തർ ചോദിച്ചിരിക്കുന്നത്. ഏത് വഴിപാടും പൂർണ്ണതയിൽ എത്തണമെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് ചെയ്ത് കണ്ട് തൊഴുത് നമസ്കരിച്ചാൽ തന്നെയാണ് സാധിക്കുക. എന്നാൽ നിങ്ങൾ ഓൺലൈൻ വഴി പണം അടച്ചാൽ ഈ വഴിപാട് ഇവിടെ നടത്തപ്പെടില്ലേന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നടത്തപ്പെടും. കഴിഞ്ഞ 25-ാം തീയതി എൻ്റെ മകൾ മിത്രവിന്ദയുടെ പേരിലായിരുന്നു അവതാരം കൃഷ്ണനാട്ടംകളി ഞാൻ ഷീട്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് ഇവിടെ നിൽക്കാൻ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അന്ന് എനിക്ക് കാണാൻ സാധിച്ചില്ല. ഇനി മെയ് 1-ാം തീയതിയാണ് അവതാരം വരുന്നത്. അപ്പം അന്നത്തെ ദിവസം പോയി കണ്ടു തൊഴുത് നമസ്കരിക്കുക. അപ്പോൾ ഏത് ദിവസമാണോ നിങ്ങൾ വരുന്നത് ആ ദിവസത്തെ ബാണയുദ്ധം കൃഷ്ണനാട്ടംകളി നോക്കി സെറ്റ് ചെയ്ത് ആ ദിവസം വന്ന് കണ്ടു തൊഴുത് നമസ്കരിച്ചാലും മതി കേട്ടോ. അടുത്തതായിട്ട് സെന്തിൽ കാവ്യ എന്ന ഐഡിയിൽ നിന്നാണ്, സവിത എൻ്റെ വിവാഹം ഉറപ്പിച്ചതായിരുന്നു, അത് മുടങ്ങി, ഞാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്? ഞാൻ 2 പ്രാവശ്യം മെസ്സേജ് ഇട്ടു, സവിത കണ്ടില്ല എന്ന് തോന്നുന്നു. കൃഷ്ണാരി മിത്രങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ പ്ലീസ്, മറുപടി ഒന്ന് പറയുമോ എന്ന്. വെറ്റില നിവേദ്യം, വെറ്റില അടയ്ക്ക നിവേദിക്കൂ.
അനേകം ദിവസത്തേക്ക് ഒന്നിച്ച് ഒരു ദിവസത്തെ 2 രൂപയേ ഉള്ളൂ. അപ്പോൾ ഒരു 41 ദിവസത്തിനോ അതല്ലെങ്കിൽ ഒരു 108 ദിവസത്തിനോ ഒക്കെ വെറ്റിലടക്കം നിവേദിക്കൂ ഗുരുവായൂരപ്പന്. നാരായണീയത്തിലെ 78, 79 ദശകങ്ങൾ ചൊല്ലി നമസ്കരിക്കുകയും ചെയ്തോളൂ. അതും വളരെ നല്ലതാണ് കേട്ടോ. അടുത്തതായിട്ട് ശ്രീലത എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്, സവിത എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞാൻ കഴിഞ്ഞ വർഷം വൈശാഖ മാസത്തിൽ വ്രതം എടുത്തിരുന്നു. പക്ഷെ ഈ വർഷം ഞാൻ വീണ് ഷോൾഡറിൻ്റെ എല്ല് പൊട്ടി 3.5 മാസമായി, ഇനിയും ശരിയായിട്ടില്ല. അതുകൊണ്ട് വ്രതം എടുക്കാൻ കഴിയില്ല. ഒരു അംഗപരിമിതയാണ്. ദിവസവും നാരായണ നാമം ചൊല്ലാറുണ്ട്. ശുദ്ധിയില്ലാതെ 8ാമത്തെ ദശകത്തിലെ അവസാനത്തെ ശ്ലോകം ചൊല്ലാൻ പാടുണ്ടോ? വീഴുന്ന തലേ ദിവസം വരെ രാവിലെ കുളിച്ച് നാരായണീയം വായിക്കാറുണ്ടായിരുന്നു. എന്താണ് എനിക്ക് പറ്റിയതെന്ന് അറിയില്ല. എൻ്റെ അസുഖം വേഗം മാറ്റിത്തരാൻ ഗുരുവായൂരപ്പനോട് സവിത പ്രാർത്ഥിക്കണേ. തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കാം. ഞാനിതിനു മുൻപും പറഞ്ഞിരുന്നു, ഏതെങ്കിലും തരത്തിലുള്ള മറ്റശുദ്ധികളൊന്നും നമുക്ക് ഇല്ല എന്ന് വിചാരിക്കുക. പീരീഡ്സോ പെലയോ വാലായ്മയോ അങ്ങനത്തെ ഒന്നും ഇല്ല നമുക്കെന്ന് വിചാരിക്കുക. കുളിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ കയ്യിൽ വെള്ളമെടുത്ത് ഗംഗേജ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ വെള്ളം തളിച്ചുകൊണ്ട് ശുദ്ധമായെന്ന് സങ്കല്പിച്ചുകൊണ്ട് ശുദ്ധ മനസ്സോടു കൂടിയിട്ട് നാരായണീയത്തിലെ 8ാമത്തെ ദശകത്തിലെ അവസാനത്തെ ശ്ലോകം എത്ര തവണ ചൊല്ലാൻ പറ്റുമോ അത്രയും തവണ ചൊല്ലി നമസ്കരിച്ചോളൂ. നമസ്കരിക്കാൻ പറ്റില്ല, എനിക്കറിയാം, കിടപ്പാണെന്ന് മനസ്സാ നമസ്കരിച്ചോളൂ കേട്ടോ. അപ്പോൾ എല്ലാം ഭേദമാവട്ടെ. നാരായണനാമം എത്ര തവണ ചൊല്ലാൻ പറ്റുമോ അത്രയും തവണ ചൊല്ലിക്കോളൂ. അതിന് ഒരു ശുദ്ധവും നോക്കണ്ട. എത്രയും പെട്ടെന്ന് നേരെയായിട്ട് നടക്കാറാവട്ടെ. ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പം ഇന്ന് വലിയ കഥയായതുകൊണ്ട് ഞാൻ ഇത്ര ചോദ്യങ്ങളെ എടുക്കുന്നുള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളുമായി അടുത്ത ദിവസം കാണാമെന്ന് വിചാരിക്കുന്നു. സർവരോഗ വിനാശന, സർവ പാപ വിനാശന, സർവ ദുഃഖ വിനാശന, സർവ സൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരേ.